എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മത്തെ ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 21 36 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പം അതിൽ പൃഥുമഹാരാജാവ് ആ സഭയിൽ കൂടിയിരുന്നവരോടായിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അപ്പം അതെല്ലാ പ്രജകൾക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അപ്പം അതിലെ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കർമ്മം ചെയ്തുകൊണ്ടാണ് സ്വർഗലോകപ്രാപ്തിയും മോക്ഷവും, ഈ രണ്ടവസ്ഥയെയും പ്രാപിക്കുന്നത് കർമ്മം ചെയ്തുകൊണ്ടാണ്, കർമ്മം ഉപേക്ഷിച്ചിട്ടല്ല. അപ്പോൾ ഇതിന് രണ്ടിനുമുള്ള ഒരേ ഒരു മാർഗം സ്വകർമ്മത്തെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മളെ ആരായി ജനിച്ചു, എങ്ങനെ ജനിച്ചു, അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, അതെല്ലാം സ്വധർമാചരണത്തിലൂടെ ചെയ്യുക. സ്വധർമ്മമായി കണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്ന ഭാവമില്ലാതെ ഭഗവദർപ്പണമായിട്ട് ചെയ്യുക. കാരണം ആ കർമ്മം ചെയ്യാനുള്ള ശരീര മനോബുദ്ധിയെ ചലിപ്പിക്കുന്ന ശക്തി ആരാ? ഭഗവാനാണ്. അപ്പോൾ ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരു ബുദ്ധി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി ആ കർമ്മത്തെ അനുഷ്ഠിക്കുക. അങ്ങനെയാണ് കർമ്മം സ്വധർമാചരണമായി ചെയ്യുക. അങ്ങനെ രാജാവ് തൻ്റെ കർമ്മത്തെ ഭംഗിയായി നിർവഹിച്ചാൽ ജനങ്ങളെല്ലാവരും അതേപോലെ സ്വന്തം കർമ്മം എല്ലാവരും അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള ജോലി, ആ ജോലിയെ ഉപജീവന മാർഗമായി ചെയ്തുകൊണ്ട് കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിച്ച് അവരവരുടെ കർമ്മത്തെ സ്വധർമ്മമായി ചെയ്ത് ആ ജനങ്ങൾക്കും പുണ്യലോകങ്ങളിൽ പ്രാപ്തി നേടാൻ സാധിക്കും. ആ ജനങ്ങളെ അതിന് സഹായിച്ച, അവരതിനെ പഠിപ്പിച്ചു കൊടുത്ത രാജാവിനും ആ പ്രാപ്തി നേടാൻ സാധിക്കും. രാജാവ് ഇതൊന്നും ചെയ്യാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നേരായ മാർഗത്തിലൂടെ കഴിയാൻ പറ്റാതെ വരുമ്പോൾ ഉപജീവന മാർഗത്തിനായിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യേണ്ടി വരും. ആ പാപം അവരെ കൊണ്ട് അധോലോകങ്ങളിൽ കൊണ്ട് എത്തിക്കുകയും ഫലങ്ങൾ അനുഭവിപ്പിക്കുകയും ആ പാപത്തിൻ്റെ ഫലം രാജാവിന് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും കർമ്മം സ്വധർമാചരണമായി അനുഷ്ഠിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. എന്നിട്ട് ആ സഭയിലിരിക്കുന്ന എല്ലാവരോടും കൂടി പറഞ്ഞു, നിങ്ങളെല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ബ്രഹ്മർഷിമാര്, ദേവന്മാര്, ദേവർഷി, രാജർഷിമാര്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കർമ്മം ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾ എനിക്കും കൂടി അനുഗ്രഹം വാങ്ങിത്തരികയാണ്. കാരണം അവരെല്ലാം നല്ല കർമ്മം ചെയ്യുമ്പോൾ അതിന് നിർദ്ദേശം കൊടുത്ത രാജാവിനും അതിൻ്റെ അനുഗ്രഹം കിട്ടുകയാണ്. അതിനെല്ലാവരോടും നന്ദി പറയുകയാണ് ചെയ്തത് 36-ാമത്തെ ശ്ലോകത്തിൽ. ഇനി നമ്മൾ 37-ാമത്തെ ശ്ലോകമാണ്. മാ ജാതു തേജഃ പ്രഭവേത് മഹാഋദ്ധിഭിഃ തിദീക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനേ അജിത ദേവതാനാം കുലേ സ്വയം രാജകുലാദ് ദ്വിജാനാം. മാ എന്ന് വെച്ചാൽ ഇവിടെ പൃഥു മഹാരാജാവ് ആരാ? ബ്രാഹ്മണനല്ല, രാജാവാണ്. അപ്പം ക്ഷത്രിയനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ പൃഥു എല്ലാ ക്ഷത്രിയന്മാരോടായിട്ട് പറയാണ് കേട്ടോ, രാജകുലാദ്, രാജാവിൻ്റെ കുലത്തിൽ ജനിക്കുക എന്ന് വെച്ചാൽ ക്ഷത്രിയ കുലത്തിൽ ജനിച്ച എല്ലാവരോടും കൂടി പറയുകയാണ്, നമ്മളെല്ലാം ക്ഷത്രിയന്മാരെല്ലാം മഹാഋദ്ധിഭിഃ, എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും ഒക്കെ ഉള്ളവരാണ് ക്ഷത്രിയന്മാർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മാ എന്ന് വെച്ചാൽ അരുത്, ജാതു ഒരിക്കലും, തേജഃ പ്രഭാവേത് സ്വന്തം ആ പ്രഭാവത്തിൽ, ആ തേജസ്സിൽ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന്. ക്ഷത്രിയ കുലത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാർ നല്ല സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ തേജസ്സിൽ, ആ പ്രഭാവത്തിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല.
തിദീക്ഷണ എന്ന് വെച്ചാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള മനസ്സ്. അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു അവസ്ഥയെയും സമനിലയോടുകൂടി തരണം ചെയ്ത് കിടക്കാനുള്ള ഒരു മനസ്സ്. അതോടൊപ്പം തപസ്സിനാലും വിദ്യയാ, അതായത് ശരിയായ ജ്ഞാനത്താലും ദേദീപ്യമാനേ, അതായത് തേജസ്വികളായിരിക്കുന്ന ദ്വിജാനാം, ബ്രാഹ്മണരുടെ പ്രത്യേകത, ബ്രാഹ്മണരെന്ന് വെച്ചാൽ ജാതിയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളെയാണ് ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നത്. അവരെ ആ മനസ്സ് സമനിലയിലെത്തി തപസ്സൊക്കെ ചെയ്ത് ആത്മവിദ്യയെ നേടിയിരിക്കുന്ന ആ തേജസ്വികളായിട്ടുള്ള ആ ദ്വിജാനാം എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണന്മാരോടും അജിത ദേവതാനാം, അജിതൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദേവതാനാം എന്ന് വെച്ചാൽ ഭക്തരായിട്ടുള്ളവരോടും കുലേ സ്വയം, അതായത് അവരുടെ കുടുംബത്തോട്, കുലേ എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തോട്, സ്വയം എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഒരു ധാർഷ്ട്യം, അതായത് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ കഴിവുമുണ്ട് എന്നുള്ള ആ പ്രഭാവം, ആ തേജസ്സിനെ കാണിക്കരുത്, അഹങ്കരിക്കരുത്. അപ്പം ക്ഷത്രിയർക്ക് കൊടുക്കുന്ന പൃഥു മഹാരാജാവിൻ്റെ ഒരു നിർദ്ദേശം, ക്ഷത്രിയർ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞവരാണ്, പക്ഷേ അങ്ങനെ ഐശ്വര്യം സമൃദ്ധിയുമുണ്ട് എന്ന് കരുതി ഒരിക്കലും അതിൽ അഹങ്കരിക്കരുത്. ഈ അവരുടെ ആ ഒരു ക്ഷത്രിയന്മാരുടെ നിർദ്ദേശം ആരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അതായത് ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ള, തപസ്സു ചെയ്ത, ആത്മവിദ്യയെ അറിഞ്ഞ, മനസ്സ് സമനിലയിൽ എത്തിയിരിക്കുന്ന ബ്രാഹ്മണന്മാരോടും ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തരായിട്ടുള്ള ആ ഭഗവത് ഭക്തന്മാരോടും ഒരിക്കലും ക്ഷത്രിയന്മാർ അവരുടെ നിർദ്ദേശത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവരുടെ മേൽ ഈ അഹങ്കാരം, എല്ലാം തികഞ്ഞവരാണെന്നുള്ള അഹങ്കാരം ക്ഷത്രിയർ കാണിക്കരുത് എന്ന് ക്ഷത്രിയന്മാരോടായിട്ട് പൃഥു മഹാരാജാവ് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. ശ്ലോകം 38. ബ്രഹ്മണ്യദേവഃ പുരുഷഃ പുരാതനഃ നിത്യം ഹരിഃ യത് ചരണ അഭിവന്ദനാത് അവാപലക്ഷ്മി അനപായിനീം യശഃ ജഗത്പവിത്രം ച മഹത്തമ അഗ്രണി. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരുടെ മുന്നിൽ ക്ഷത്രിയന്മാർ ആ ഒരു അഹങ്കാരം, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് അഹങ്കാരം കാണിക്കരുതെന്ന് പറയാനുള്ള കാരണം? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബ്രഹ്മണ്യദേവഃ, ബ്രാഹ്മണന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും, പുരാതനഃ, ആദ്യ പുരുഷനും ആയിട്ടുള്ള ആ ഭഗവാൻ ഹരി, ശ്രീഹരി, നിത്യം എന്നും യത് ചരണ അഭിവന്ദനാത്, ഏതൊരു ബ്രാഹ്മണരുടെ പാദപത്മങ്ങളിലാണോ വന്ദിക്കുന്നത്. അപ്പം ഭഗവാൻ പോലും ബ്രഹ്മത്തെ അറിഞ്ഞ ആ ബ്രാഹ്മണന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നവനാണ്, വന്ദിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവാപ നേടിയത് എന്ന്. ലക്ഷ്മി അനപായിനി, ഒരിക്കലും തന്നെ വിട്ടുപിരിയാത്ത സമ്പദ് സമൃദ്ധിയുടെ ദേവരൂപമായ ലക്ഷ്മി ദേവിയെ ഭഗവാൻ നേടിയത് അതുകൊണ്ടാണ് ആ ഐശ്വര്യം നേടിയത് എന്ന്. അതുമാത്രമല്ല ജഗത് പവിത്രം യശഃ, വിശ്വപരിശുദ്ധമായ യശസ്സിനെ, കീർത്തിയെയും ഭഗവാൻ നേടിയത് ബ്രഹ്മജ്ഞാനികളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് കൊണ്ടാണ്, സേവിക്കുന്നത് കൊണ്ടാണ്. മഹത്തമ അഗ്രണി, മഹാന്മാരിൽ ശ്രേഷ്ഠനും. അപ്പോൾ ബ്രാഹ്മണന്മാരിൽ ശ്രേഷ്ഠനും പുരാണ പുരുഷനും മഹാന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു പോലും ആ ബ്രഹ്മജ്ഞന്മാരുടെ, മഹാഋഷിമാരുടെ പാദങ്ങളെ നമസ്കരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഒരിക്കലും തന്നെ വിട്ടുപിരിയാതെ, ലക്ഷ്മി ദേവി ഭഗവാന്റെ കൂടെയാണെന്ന് വെച്ചാൽ എല്ലാ സമൃദ്ധിയും ഭഗവാന്റെ കൂടെയാണ്. അതിന് കാരണം അതാണ് പറയുന്നത്, ഒരിക്കലും പിരിയാതെ ലക്ഷ്മി ദേവിയും വിശ്വപ്രസിദ്ധമായ യശസ്സും ഭഗവാന് വരാനുള്ള കാരണം, മഹാവിഷ്ണുവിന് വരാനുള്ള കാരണം, ഭഗവാൻ എന്നും നിത്യവും ഈ ബ്രഹ്മജ്ഞന്മാരുടെ പാദങ്ങളിൽ വന്ദിക്കുന്ന ഒരു ദാസനായിട്ടാണ് ഇരിക്കുക. അത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഭഗവാന്റെ ഒരു എപ്പോഴും ആ സനകാദികളൊക്കെ കയറി വന്നപ്പോൾ അവർ കൊടുത്ത ശാപത്തെ പോലും ഭഗവാൻ തിരിച്ചെടുത്തില്ല. എപ്പോഴും അവരെ നമസ്കരിക്കണം എന്നാണ് ഭഗവാൻ പറയുക. എന്നെയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞവരെ, ബ്രഹ്മജ്ഞാനികളെ വന്ദിക്കണം, നമസ്കരിക്കണം എന്നാണ്. ഭഗവാൻ പോലും അങ്ങനെ നമസ്കരിക്കുന്നു. അതാണ് ഭഗവാൻ ഈ സർവ്വ ഐശ്വര്യങ്ങളും വരാനുള്ള കാരണമെന്നും പൃഥു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ബ്രാഹ്മണരുടെ സവിശേഷതയെ, ശ്രേഷ്ഠതയെ, ജാതിയെല്ലാം എപ്പോഴും ഓർക്കുക. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളുടെ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുകയാണ് ശ്ലോകം 39.
യത് സേവയാ അശേഷഗുഹാശയ സ്വരാട് വിപ്രപ്രിയ തുഷ്യതി കാമം ഈശ്വരഃ തത് ദേവ തധർമ്മപരൈഹി വിനീതൈഹി സർവാത്മനാ ബ്രഹ്മകുലം നിഷേവ്യതാം. യത് സേവയ, ആ ബ്രാഹ്മണരുടെ പാദങ്ങളെ സേവിക്കുക എന്ന് വെച്ചാൽ നമസ്കരിക്കുക, വന്ദിക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ളവർ അശേഷഗുഹാശയ, എല്ലാവരുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന സ്വരാട്, സ്വയം പ്രകാശിക്കുന്ന വിപ്രപ്രിയ, ആ ബ്രാഹ്മണരെ പ്രിയപ്പെട്ടവരായി കാണുന്ന ആ ഈശഃ, ആ ഭഗവാൻ കാമം തുഷ്യതി, വളരെയധികം സന്തോഷിക്കുന്നു എന്ന്. ആ ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുന്നതിലാണ് ഭഗവാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, ഏറ്റവും സംതൃപ്തി അനുഭവിക്കുന്നത് ആ ഒരു കാര്യത്തിലാണെന്ന്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ബ്രഹ്മത്തെ അറിഞ്ഞവരുടെ പാദസേവ ചെയ്യുക, അവരെ വന്ദിക്കുക, അവരെ നമസ്കരിക്കുക, അതാണ് ഭഗവാൻ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യം. തത് ദേവ തധർമ്മപരേഹി, തത് ദേവ അതേപോലെ, തത് ഏവ എന്ന് വെച്ചാൽ അതേപോലെ, തധർമ്മപരേഹി ഭഗവാൻ ചെയ്യുന്ന ഈ ധർമ്മത്തെ അതേപോലെ എന്താ പറയുക, അനുഗമിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ പിന്തുടരുന്നവർ വിനീതൈഹി, വളരെ വിനീതരായിട്ട്, സർവാത്മന, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ബ്രഹ്മകുലം, ബ്രാഹ്മണ കുലത്തെ എന്ന് വെച്ചാൽ ആ ബ്രഹ്മജ്ഞാനികളുടെ കുലത്തെ നിഷേവ്യതാം, സേവിക്കണമെന്ന്. ഭഗവാന് നമ്മളിൽ ഒരു പ്രീതി ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ ഏറ്റവും സംതൃപ്തി വരുന്ന കാര്യം ബ്രഹ്മജ്ഞന്മാരുടെ പാദസേവ ചെയ്യലാണ്. അവരെ നമസ്കരിക്കുക, അവരുടെ മുന്നിൽ എനിക്കാണ് അറിവുള്ളത് എന്ന് അഹങ്കരിക്കാതിരിക്കുക, അവരുടെ പാദസേവ ചെയ്യുക, അവരെ നമസ്കരിക്കുക, അവരെ വന്ദിക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. ആ കർമ്മമാണ് ഭഗവാനെ ഏറ്റവും സംതൃപ്തനാക്കുന്നത്. അപ്പം ഭഗവാൻ ഇഷ്ടപ്പെടുന്ന പോലെ, ഭഗവാൻ ചെയ്തതുപോലെയുള്ള കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ധർമ്മത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വളരെ വിനീതനായിട്ട് എന്നും എപ്പോഴും ബ്രാഹ്മണ കുലത്തെ സേവിക്കേണ്ടതാണ് എന്നും പൃഥുരാജാവ് പറഞ്ഞു കൊടുക്കുന്നു. ശ്ലോകം 40. പുമാൻ ലഭേത അനതിവേലം അനതിവേലം ആത്മനഃ പ്രസീദതഃ അത്യന്തം ശമം സ്വതഃ സ്വയം യത് നിത്യസംബന്ധ നിഷേവയാ തതഃ പരം കിം അത്ര അസ്തി മുഖം ഹവിർഭുജാം. ഇനി അങ്ങനെ ചെയ്താൽ ബ്രാഹ്മണരുടെ പാദത്തെ വന്ദിക്കുന്നവർക്ക്, അവരെ സേവിക്കുന്നവർക്ക് വരുന്ന ഗുണം, നേട്ടം എന്തെന്നാണ് പറയുന്നത്. പുമാൻ, അങ്ങനെ ചെയ്യുന്ന ഒരുവൻ, മനുഷ്യൻ, ലഭത്തെ എന്ന് വെച്ചാൽ നേടുന്നു, അനതിവേലം വളരെ പെട്ടെന്ന്, ഒരു തടസ്സവും കൂടാതെ, ആത്മന എന്ന് വെച്ചാൽ അവൻ്റെ മനസ്സിൽ, പ്രസീദതഃ വളരെ ഒരു സംതൃപ്തി എത്രയും പെട്ടെന്ന് അവൻ നേടുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുന്നവൻ അധികം താമസിയാതെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ, അവൻ്റെ മനസ്സിന്, എല്ലാവരുടെ മനസ്സിനും കിട്ടാത്തൊരു കാര്യമാണ് അല്ലേ, ആ ഒരു പൂർണ്ണ ഒരു സംതൃപ്തി, ആ ഒരു പ്രസാദം, ആ ഒരു പ്രസാദഭാവം, ആ ഒരു സംതൃപ്തിയെ അവൻ അനുഭവിക്കും. അതുമാത്രമല്ല സ്വയം അത്യന്തം ശമം, സ്വയം അവൻ്റെ മനസ്സിന് വളരെയധികം ശമം, ഒരു ശാന്തത, ടെൻഷനോ ഭയമോ ഒന്നുമില്ലാത്ത വളരെയധികം ഒരു ശാന്തതയും അവൻ അനുഭവിക്കും. കാപട്യമില്ലാതെ ആ ഒരു ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുന്ന ഒരുവൻ തീർച്ചയായും അവൻ്റെ മനസ്സിന് സ്വയം ഒരു വളരെയധികം ഒരു ശാന്തതയും ഒരു സംതൃപ്തിയും അവന് അനുഭവിക്കാൻ സാധിക്കും. യത് നിത്യസംബന്ധ നിഷേവയാ, അതായത് ഈ ഒരു കാര്യം, അതായത് ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുക എന്ന കർമ്മം നിത്യം എന്നും സംബന്ധയ, ബ്രാഹ്മണരുമായിട്ടൊരു ബന്ധം വെച്ച് നിഷേവയ, ആ കർമ്മം നിർവഹിക്കുമ്പോൾ തതഃ, അതിനും പരം എന്ന് വെച്ചാൽ അതിനും മുകളിലായിട്ട്, കിം അത്ര അസ്തി, പിന്നെ എന്ത് കർമ്മ ഉള്ളത് എന്ന്, മുഖം ഹവിർഭുജാം, മുഖം ഹവിർഭുജാം എന്ന് വെച്ചാൽ ഹവിസിനെ ഭുജിക്കുന്ന ദേവന്മാരുടെ മുഖം സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഇനി അത് സന്തോഷിക്കാൻ വേറൊരു യാഗയജ്ഞാതി കർമ്മവും വേറൊരു പൂജയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ആ ബ്രഹ്മജ്ഞാനികളുടെ പാദസേവ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്നവൻ്റെ മനസ്സ് അത്യന്തം ശാന്തവും സംതൃപ്തിയും സമാധാനവും അനുഭവിക്കും. അങ്ങനെ ബ്രഹ്മജ്ഞന്മാരുമായിട്ട്, ബ്രാഹ്മണരുമായിട്ട് നിത്യവും ഒരു ബന്ധം പുലർത്തി അവരെ പാദസേവ ചെയ്ത് അവരോടൊപ്പം ജീവിക്കുമ്പോൾ, ഒരു യജ്ഞം നടത്തിയിട്ട് അതിൻ്റെ ഹവിസ് ദേവന്മാർ സ്വീകരിച്ച് അവരുടെ മുഖം പ്രസാദിക്കുന്നതിന് തുല്യമാണ്. പിന്നെ അതിനായിട്ട് കിം അത്ര അസ്തി, അങ്ങനെ ഒരു കാര്യം പിന്നെ വേറെ ഒന്നുകൊണ്ടും നിങ്ങൾക്ക് നേടാൻ കഴിയില്ല എന്നും, വേറെ എന്ത് ചെയ്താലും അത്രയും സംതൃപ്തി കിട്ടില്ല എന്നും.
ഏത് യാഗം ചെയ്താലും ഏത് പൂജ ചെയ്താലും ഒരു സംശയം അവിടെ ബാക്കി കിടക്കും. പക്ഷേ ഒരു ബ്രാഹ്മണനെ പാദസേവ ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയും സമാധാനവും മറ്റൊന്നിൽ നിന്നും കിട്ടില്ല. ഈ ഒരു യാഗം ചെയ്യുമ്പോൾ ദേവന്മാരുടെ മുഖം പ്രസാദിക്കുന്നത് ഈ ഒരു കർമ്മത്തിലൂടെയാണ് ഏറ്റവും അധികം പ്രസാദിക്കുക. അത് മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ശ്ലോകം 41. ശ്ലോകം 41. അശ്നാദി അനന്തഃ ഖലു തത്വകോവിദൈഃ ശ്രദ്ധാഹുതം യത്മുഖ ഇജ്യനാമഭിഃ ന വൈ തഥാ ചേതനയാ ബഹിഷ്കൃതേ ഹുദാശനേ പാരമഹംസ്യ പര്യഗോ. പാരമഹംസ്യപര്യഗോ, പരമഹംസന്മാരായ യോഗിമാർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആ ഭഗവാൻ തത്വകോവിദൈഹി എന്ന് വെച്ചാൽ പരമതത്വത്തെ അറിഞ്ഞ ആ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറിഞ്ഞ ആ ജ്ഞാനികൾ, ഇജ്യനാമഭിഹി എന്ന് വെച്ചാൽ യാഗവും യജ്ഞവും നടത്തുമ്പോൾ ദേവന്മാരുടെ പല പല നാമങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭഗവാന്റെ പല പല നാമങ്ങൾ പറഞ്ഞുകൊണ്ട് യാഗയജ്ഞാദി കർമ്മങ്ങൾ പൂജകൾ ചെയ്യുമ്പോൾ യതുമുഖ, ആ ദേവന്മാരുടെ മുഖം പ്രസാദിക്കുകയും, ശ്രദ്ധാഹുതം എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി പൂജ ചെയ്യുമ്പോൾ ദേവന്മാരുടെ മുഖം പ്രസാദിക്കുകയും, അശ്നാദി അനന്തഃ, അനന്തനായ ആ ഭഗവാൻ ആ ഭക്ഷണത്തെ സ്വീകരിക്കും. ഖലു, സ്വീകരിക്കും എങ്കിലും എന്നാണ് അർത്ഥട്ട. അതായത് നമ്മളൊരു യാഗം ചെയ്യുമ്പോൾ ആ യജ്ഞം ഭംഗിയായി ചെയ്യാൻ ദേവന്മാർ വന്നു, അത് അവരുടെ യജ്ഞഭവിസ് സ്വീകരിച്ചു, അവരുടെ മുഖം പ്രസാദിച്ചു. ഭഗവാൻ അങ്ങനെ അവരിലൂടെ ഭഗവാൻ ആ ഭക്ഷണത്തെ, ആ യജ്ഞഭാഗത്തെ സ്വീകരിക്കുകയും ചെയ്യുമെങ്കിലും ചേതനയാ ബഹിഷ്കൃതേ എന്ന് വെച്ചാൽ, ചേതനയാ ബഹിഷ്കൃത എന്ന് വെച്ചാൽ ഒരു ബ്രഹ്മജ്ഞാനിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ പാദസേവയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങളൊരു ഹുദാശനെ എന്ന് വെച്ചാൽ അഗ്നിയിൽ ആ ദ്രവ്യങ്ങൾ ഹോമിക്കുന്നത് എങ്കിൽ ന വൈ തഥാ, തഥാ എന്ന് വെച്ചാൽ അതുപോലെ, ന വൈ എന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്ന്. ഭഗവാൻ അത്രയ്ക്ക് തൃപ്തി വരില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ബ്രാഹ്മണന്റെ പാദസേവയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹോമകുണ്ഡം വെച്ച് അതിനകത്തേക്ക് ദ്രവ്യങ്ങളെ അർപ്പിച്ചു നിങ്ങൾ എത്ര പൂജ ചെയ്താലും ഭഗവാൻ ഇത്രയ്ക്ക് സംതൃപ്തി വരില്ല. ഭഗവാൻ ചിലപ്പോൾ ഹവിസൊക്കെ ഭക്ഷണമൊക്കെ സ്വീകരിക്കും, പക്ഷെ ആ മനസ്സിൽ തൃപ്തി വരണമെങ്കിൽ, ആ മനസ്സിൽ നമുക്കൊരു പൂർണ്ണ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ, ഒരു ബ്രഹ്മത്തെ ആ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ച ബ്രഹ്മജ്ഞാനികളുടെ കൂടെ വസിക്കുക, അങ്ങനെ അവരുടെ പാദസേവ ചെയ്യുക. അതിലൂടെയാണ് ഭഗവാന്റെ ഒരു പൂർണ്ണ സംതൃപ്തിയെ നേടാൻ കഴിയുള്ളൂ. അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹോമം ചെയ്താൽ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്താൽ ആ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്ന, അഗ്നിയിൽ അർപ്പിക്കുന്ന ദ്രവ്യത്തെ ഭഗവാൻ ചിലപ്പോൾ സ്വീകരിച്ചേക്കും, പക്ഷേ ആ ഒരു തൃപ്തിയെ ഒരിക്കലും ഭഗവാൻ ഉണ്ടാവില്ല. അതാണ് ന വൈ തഥാ, അതുപോലെ ന വൈ, ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു സംതൃപ്തി ഭഗവാന് വരില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം 42. യത് ബ്രഹ്മനിത്യം. ഇപ്പം 42ഉം 43ഉം ശ്ലോകം ഒരുമിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർത്തിയാവുന്നത് കേട്ടാ. യത് ബ്രഹ്മനിത്യം വിരജം സനാതനം ശ്രദ്ധാ തപഃ മംഗള മൗന സംയമൈ സമാധീന ബിഭ്രമി ഹ അർത്ഥദൃഷ്ടയേ യത്ര ഇദം ആദർശ ഇവ അഭാസതേ. യത് ബ്രഹ്മനിത്യം, അതായത് ഏതൊരു ബ്രഹ്മം, അറിവ്, ജ്ഞാനം, ആ ജ്ഞാനം, എത്ര ആ ജ്ഞാനം, ഇതം ഈ ലോകത്ത്, ആദർശ എന്ന് വെച്ചാൽ ഒരു കണ്ണാടി, ഇവ എന്ന് വെച്ചാൽ പോലെ, അഭാസതേ പ്രകാശിച്ചത്. ശരി, ഭഗവാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ രൂപം അറിവിൻ്റെ ഘനരൂപമാണ്, ഉറച്ച രൂപം, ജ്ഞാനത്തിൻ്റെ ഉറച്ച രൂപമാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപം. ജ്ഞാനം എന്ന് പറയുമ്പോൾ ശരീരവും ത്രിഗുണങ്ങളൊന്നും അവിടെ ബാധകമല്ല. അങ്ങനെയുള്ള ആ അറിവിനെ, ആ വേദം ഈ ലോകത്ത് പ്രകാശിച്ചത്, ഈ ലോകത്ത് ഒരു കണ്ണാടിയിൽ തെളിയുന്നത് പോലെ പ്രകാശിച്ചത് ആരിലൂടെയായിരുന്നു? ഈ ബ്രാഹ്മണരിലൂടെയാണ് അല്ലേ? ഈ ബ്രഹ്മജ്ഞന്മാർ ഈ ഭൂമിയിൽ ജീവിച്ച് ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ച് അവർ പറഞ്ഞു തന്നതിലൂടെയാണ് ഈശ്വരൻ ജ്ഞാനമാണെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയത് അല്ലേ? അപ്പോൾ ഈശ്വരൻ്റെ യഥാർത്ഥ ഭാവമാകുന്ന ആ വേദം, ആ ജ്ഞാനത്തെ ഈ ലോകത്ത് ഒരു കണ്ണാടിയിലെ പോലെ പ്രകാശിച്ചത് ഈ ബ്രാഹ്മണരിലൂടെയാണ്. അറിഞ്ഞനുഭവിച്ച ബ്രഹ്മജ്ഞന്മാർ പറഞ്ഞു തന്നതിലൂടെയാണ് ഈ അറിവ് നമ്മൾ നേടിയത്. അങ്ങനെയുള്ള
ജ്ഞാനത്തെ, ബ്രഹ്മത്തെ നിത്യം എന്നും വിരജം സനാതനം, വിരജം എന്ന് വെച്ചാൽ രജോഗണമില്ലാതെ പരിശുദ്ധമായ, സനാതനം എന്ന് വെച്ചാൽ ശാശ്വതമായ, എന്നും നിലനിൽക്കുന്ന പൂർണ്ണ പരിശുദ്ധമായ ആ ബ്രഹ്മജ്ഞാനത്തെ ശ്രദ്ധ, വളരെ ശ്രദ്ധയോടെ, തപസ് ചെയ്ത് വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും, ഇതാണ് ഈശ്വരൻ എന്ന്, ചഞ്ചലപ്പെടുന്ന മനസ്സല്ല, അതല്ല എന്ന് സതന്നെയാണോ എന്ന് സംശയിക്കാതെ പൂർണ്ണമായും വിശ്വസിച്ച് പൂർണ്ണ ശ്രദ്ധയോടും വിശ്വാസത്തോടും തപസ്സിലൂടെയും മംഗളകരമായ കർമ്മങ്ങളിലൂടെയും മൗനം പാലിച്ചും, അതായത് ആവശ്യത്തിന് മാത്രം സംസാരിച്ചും, സംയമേ ശരീരവും മനസ്സും നിയന്ത്രിച്ചും, സമാധി പൂർണ്ണമായ ഏകാഗ്രതയോടെ അർത്ഥദൃഷ്ടയെ പുരുഷാർത്ഥങ്ങളെയൊക്കെ പാലിച്ച് വിഭ്രമി, അങ്ങനെ ജീവിച്ചവരാണ് ആ ബ്രഹ്മജ്ഞന്മാർ. അവരാണ് ഈ ഭൂമിയിൽ ആ അറിവിനെ, ആ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചത് എന്ന്. അപ്പോൾ ഈ ഭൂമിയിൽ ഈശ്വരൻ്റെ യഥാർത്ഥ ഭാവമാകുന്ന ആ ജ്ഞാനത്തെ കണ്ണാടിയിൽ എന്ന പോലെ പ്രകാശിപ്പിച്ച ബ്രാഹ്മണർ ആ പരിശുദ്ധമായ ശാശ്വതമായ ജ്ഞാനത്തിൽ ആ അറിവിൽ പൂർണ്ണമായും വിശ്വസിച്ച് ചഞ്ചലപ്പെടാതെ, എന്ന് വെച്ചാൽ മായയിൽ പെട്ടുപോകാതെ ഇതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ച് തപസ് ചെയ്ത് മംഗളകരമായ കർമ്മങ്ങൾ ചെയ്ത് മൗനം പാലിച്ച് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് പൂർണ്ണ ഏകാഗ്രതയോടെ പുരുഷാർത്ഥങ്ങളെ പാലിച്ചു എന്ന് കണ്ടോ. ധർമ്മമർത്ഥം കാമം മോക്ഷമാകുന്ന 4 അർത്ഥങ്ങളിലൂടെയും ജീവിച്ച് അവർ സ്വയം അനുഭവിച്ചറിഞ്ഞതാണ് ആ ഈശ്വരജ്ഞാനം. അവരാണ് ഈ ലോകത്തിന്, ബ്രാഹ്മണരാണ് ഈ ലോകത്തിന് ആ ജ്ഞാനം പകർന്നു നൽകിയത്, പ്രകാശിപ്പിച്ചത്. അതിൻ്റെ ബാക്കി 43-ാമത്തെ ശ്ലോകം. തേഷാം, അങ്ങനെയുള്ള ആ ബ്രാഹ്മണരുടെ പാദസരോജരേണു, പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പാദകമലത്തിൽ, പാദമാകുന്ന താമരപ്പൂവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങളെ, അഹം, ഈ ഞാൻ, ആര്യ, അവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരെ, വഹേയ, വഹിച്ചു കൊണ്ടുപോകും, അധികിരീടം ആയു, എൻ്റെ ആയുസ് ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ കിരീടത്തിൽ വഹിക്കുമെന്ന്. എന്ന് വെച്ചാൽ ആ രാജാവ് ആ കിരീടം വെച്ചുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണരുടെ പാദത്തിൽ ശിരസ് നമസ്കരിക്കുകയാണ്. അപ്പോൾ ആ പാദരേണുക്കൾ എൻ്റെ ശിരസിൽ പറ്റിപ്പിടിക്കുന്നു, അത് ഞാൻ എന്നും വഹിച്ചു കൊണ്ടുപോകുന്നു. അതാണ് പറയുന്നത്. അവിടെ ഇരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരോടായിട്ടാണ് പറയുന്നത്, ഞാൻ അങ്ങനെയുള്ള ഈ ലോകത്തിന് ആ ജ്ഞാനത്തെ പകർന്നു തന്ന ബ്രഹ്മജ്ഞാനികളുടെ പങ്കജങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രേണുവിനെ, പൊടിപടലങ്ങളെ ഞാൻ എൻ്റെ ആയുസ്സിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കിരീടത്തിൽ ഞാൻ വഹിച്ചുകൊണ്ട് നടക്കും. യം, ഇതിനെ, യം എന്ന് വെച്ചാൽ ഇതിനെ, നിത്യത, എന്നും, ബിഭ്രത, അതായത് ഇത് എന്നും ഇങ്ങനെ ഇതുപോലെ ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുകയാണെങ്കിൽ ആശു, വളരെ പെട്ടെന്ന് തന്നെ പാപം നശ്യതി, ഏതൊരു കർമ്മഫലവും പാപവും നശിച്ചു പോകുന്നു. അമും, അവയെല്ലാം, അതുമാത്രമല്ല സർവഗുണാം ഭജന്തി, എല്ലാ ഗുണങ്ങളും അവനെ തേടി വരികയും ചെയ്യും. എല്ലാ കർമ്മപ്രാരാബ്ദങ്ങളും ആ ബ്രഹ്മജ്ഞാനികളെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ കർമ്മഫലം കുറഞ്ഞിട്ട് അവരിലേക്ക് എല്ലാ ഗുണങ്ങളും അവരെ തേടിയെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്ത് ആ ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ, ആ ജ്ഞാനമാക്കുന്ന ഘനരൂപത്തെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞ്, അതിനായി അവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. തപസ്, അവരുടെ പൂർണ്ണ മനസ്സിൻ്റെ വിശ്വാസം, ഉറച്ച വിശ്വാസം, ഇടയ്ക്ക് കാലിടറിപ്പോവില്ല. തപസ്സും മൗനവും ആ മംഗളകരമായ കർമ്മവും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമനിലയും ഏകാഗ്രമായ ചിത്തത്തോടും കൂടി അവർ ജീവിച്ച് പുരുഷാർത്ഥങ്ങളിലൂടെ അനുഭവിച്ച് അവർ മനസ്സിലാക്കിയ ആ ഈശ്വരജ്ഞാനത്തെ ലോകത്തിന് പകർന്നു കൊടുത്ത ആ ബ്രാഹ്മണരുടെ പാദരേണുക്കളിൽ ഞാൻ എൻ്റെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ കിരീടത്തിൽ വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ ആ പാദങ്ങളെ നിത്യവും പൂജിക്കുന്നവർ അവരുടെ പാപം എത്രയും പെട്ടെന്ന് നശിച്ചു പോവുകയും അവരിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അവരെ തേടി എത്തുകയും ചെയ്യുമെന്നും പൃഥു മഹാരാജാവ് പറഞ്ഞു കൊടുത്തു. ഇനി ശ്ലോകം 44 ഇതുവരെ പറഞ്ഞതിൻ്റെ സംഗ്രഹിച്ചു കൊണ്ടൊരു ചെറിയ രൂപം പറയാണ്. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണതേ അനുസമ്പദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനഃ സ അനുചരഃ ച മഹ്യം. ഗുണായനം, എല്ലാ സദ്ഗുണങ്ങളുടെ വിളനിലവും, ശീലധനം, നല്ല പെരുമാറ്റം ധനമായുള്ളവനും, കൃതജ്ഞം,
നേടി ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃതജ്ഞതയുള്ളവനും, വൃദ്ധാശ്രയം, ജ്ഞാനികളെ, വൃദ്ധ എന്ന് വെച്ചാൽ ജ്ഞാനികളെ ആശ്രയിക്കുന്നവരും അവരുടെ പാദങ്ങളെ നമസ്കരിക്കുന്നവരും, അങ്ങനെയുള്ളവരെ സമ്പദഃ എല്ലാ ഐശ്വര്യവും, സംവൃണതേ അനു അവൻ്റെ അടുത്തേക്ക് അവനെ തേടിയെത്തുന്നു, അവനെ പിന്തുടരുന്നു എല്ലാ ഐശ്വര്യങ്ങളും. അപ്പോൾ എല്ലാ ഗുണങ്ങളുടെ ഗുണനിലവും വിളനിലവും നല്ല ശീലവും നല്ല കൃതജ്ഞതയുള്ളവനും അതുപോലെ ഈ ബ്രാഹ്മണരുടെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചവരുമായിട്ടുള്ളവരെ തേടി എല്ലാ ഐശ്വര്യങ്ങളും അവരെ തേടിയെത്തുന്നു. പ്രസീദതാം എന്നിട്ട് പൃഥു മഹാരാജാവ് പറയാണ്, പ്രസാദിക്കണേ. ബ്രഹ്മകുലം ബ്രാഹ്മണകുലം, ഗവാം പശുക്കള്, ജനാർദ്ദന സ അനുചരഹ അനുചരന്മാരോട് കൂടി ജനാർദ്ദനൻ മഹാവിഷ്ണു മഹ്യം എൻ്റെ മേൽ പ്രസീദതാം പ്രസാദിച്ചാലും എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ് പൃഥുരാജാവ്. അപ്പോൾ എല്ലാ ബ്രാഹ്മണ കുലത്തിലുള്ളവരും പശുക്കളോടും അനുചരന്മാരോടും കൂടി ഭഗവാനെ അങ്ങ് എൻ്റെ മേൽ പ്രസാദിക്കണേ. അപ്പോൾ ഇത്രയും ബ്രാഹ്മണ കുലത്തിലുള്ളവരോട് കാണിക്കേണ്ട സേവ, അവരുടെ പാദസേവ, അവരെ ബഹുമാനിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, വലിയ ഹോമവും പൂജയും ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ഊട്ടുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, കാരണം അവരൊരിക്കലും ഭക്ഷണത്തിനോ പണത്തിനോ വേണ്ടി ജീവിക്കുന്നവരല്ല. അപ്പം അവരെ സേവിക്കുക, അവരുടെ പാദസേവ ചെയ്യുക, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവരെ ഊട്ടുന്നതിലൂടെ ഭഗവാൻ ഒരു പൂജയും ചെയ്തില്ലെങ്കിലും അതിലേറെ സന്തോഷവാനാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതിലൂടെ ഭഗവാൻ ഏറ്റവും സംതൃപ്തനാകുന്നു. മറ്റൊരു പൂജ ചെയ്ത് അതിൻ്റെ ഹവിസിനെ ദേവന്മാരിലൂടെ ഭഗവാൻ അത് സ്വീകരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ സന്തോഷം സംതൃപ്തിയും ഭഗവാന് ബ്രഹ്മജ്ഞന്മാരുടെ പാദസേവ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ അവൻ്റെ പാപങ്ങൾ എത്രയും പെട്ടെന്ന് നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ എന്നും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം അവരുടെ പാദരേണുക്കളെ എൻ്റെ ശിരസിൽ വഹിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇനി ശ്ലോകം 45 മൈത്രേയ ഉവാച. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരരോട് പറയാണ്, ഇതി ബ്രുവാണാം നൃപതീം പിതൃദേവദ്വിജാദയഃ തുഷ്ടുഭു ഹൃഷ്ടമനസ സാധുവാദേന സാധവഃ. ഇതി ഇപ്രകാരം നൃപതീം ബ്രുവാണാം പൃഥുമഹാരാജാവ് പറഞ്ഞത് കേട്ടിട്ട് പിതൃക്കള്, ദേവന്മാര്, ദ്വിജാതയഃ ബ്രാഹ്മണന്മാർ മുതലായവരെല്ലാം തുഷ്ടുവു വളരെ സംതൃപ്തരായി, ഹൃഷ്ടമനസഃ വളരെ ശാന്തമായ മനസ്സോടെ, സാധുവാദേന സാധവഃ സാധുവാദേന എന്ന് വെച്ചാൽ അഭിനന്ദിച്ചു എന്ന് പൃഥുവിനെ, സാധവഃ എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാരായ ദേവന്മാർ, മഹർഷിമാർ, ബ്രാഹ്മണരെല്ലാവരും പൃഥു മഹാരാജാവ് പറഞ്ഞത് കേട്ട് വളരെ സംതൃപ്തരായി ശാന്തമായ മനസ്സോടെ പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചു. ശ്ലോകം 46 എന്നിട്ട് പറയാണ് കേട്ടോ, പുത്രേണ ജയതേ ലോകാൻ. ആ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ ആ മഹർഷിമാരാണ് പറയുന്നത്, ആ സദസ്സിലുണ്ടായിരുന്നവർ പറയാണ്, പുത്രേണ ജയതേ ലോകാൻ ഇതി സത്യവതി ശ്രുതി ബ്രഹ്മദണ്ഡഹതഃ പാപഃ യത് വേനഃ അതി അതരത് തമഃ. ഒരു പൊതുവെ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, പുത്രന്മാരാൽ ജയതേ എന്ന് വെച്ചാൽ പ്രാപിക്കുന്നു. ആര്? മാതാപിതാക്കള്. ലോകാൻ ഇതി, ഇപ്പോൾ പുത്രന്മാരുടെ ഗുണം കൊണ്ട് അച്ഛനമ്മമാർ പുണ്യലോകങ്ങളെ പ്രാപിക്കും. ഇതി ഇപ്രകാരം ശ്രുതി വേദങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് സത്യവതി ഇപ്പോൾ പൂർണ്ണമായും സത്യമായിരിക്കുന്നു എന്ന്. പൃഥുവിൻ്റെ അച്ഛൻ ആരാണെന്നറിയാലോ? അതാണ് ഇവിടെ പറയുന്നത്. പുത്രൻ്റെ സത്കർമ്മങ്ങളാൽ അച്ഛനമ്മമാർ വരെ പാപങ്ങൾ മാറി പുണ്യലോകങ്ങളെ പ്രാപിക്കും എന്ന് വേദങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ സത്യമായിരിക്കുന്നു എന്നവർ പറഞ്ഞു. ബ്രഹ്മദണ്ഡഹതഃ ബ്രാഹ്മണരുടെ ശാപത്താൽ വധിക്കപ്പെട്ട പാപഹ മഹാപാപിയായ യത് വേനഹ ഏതൊരു വേനനുണ്ടായിരുന്നോ ആ വേനൻ അതരത്തമഹ അവൻ്റെ എല്ലാ പാപങ്ങളെയും ഇപ്പോൾ അതരത്ത് അതിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്നു. കാരണം പൃഥുവിൻ്റെ സത്കർമ്മങ്ങൾ പൃഥുവിൻ്റെ പിതാവിനെ വരെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന അതാണല്ലോ പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അല്ലേ? പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ, നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്നാണ് പറയുന്നത്. അപ്പം പുത്രൻ്റെ സത്കർമ്മങ്ങളാൽ പിതാവിന് വരെ
കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടി പുണ്യലോകപ്രാപ്തി നേടാൻ സാധിക്കുമെന്ന് വേദങ്ങൾ പറയുന്നത് ഇപ്പം ശരിയായിരിക്കുന്നു എന്ന് ആ സദസ്സിലിരിക്കുന്ന മഹർഷിമാർ പറഞ്ഞു. അവർ പറഞ്ഞത് അത്രയും ബ്രാഹ്മണന്മാരുടെ ശാപത്താൽ വധിക്കപ്പെട്ട ദുഷ്ടനായ വേനൻ ഇപ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു. കാരണം പൃഥുവിൻ്റെ സത്കർമ്മങ്ങൾ. ഇനി വേനൻ മാത്രമല്ല, വേറൊരു ഉദാഹരണം കൂടി പറയാണ്. ശ്ലോകം 47. ഹിരണ്യകശിപുഃ ച അഭി ഭഗവൻ നിന്നയാ തമഃ വിവിക്ഷു അത്യഗാത് സൂനഃ പ്രഹ്ലാദസ്യ അനുഭാവതഃ. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ. ഹിരണ്യകശിപു ച അഭി, ഹിരണ്യകശിപുവും ഭഗവൻ നിന്നയാ, ഭഗവാനെ നിന്ദിച്ചതിനാൽ തമഹ നരകത്തിൽ വിവിക്ഷു ചെന്നെത്തിയതായിരുന്നു. പക്ഷേ അത്യഗാത് ഹിരണ്യകശിപുവും അതിനെ മറികടന്നു എന്ന്. സൂതഃ പ്രഹ്ലാദസ്യ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള സൂതഃ അല്ല സൂനഃ എന്ന് വെച്ചാൽ മകൻ, പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ഭാവതഃ, പ്രഹ്ലാദൻ്റെ പ്രഭാവത്താൽ മഹത്വത്താൽ ഹിരണ്യകശിപുവും നരകത്തിൽ ഭഗവാനെ നിന്ദിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ പെട്ടതാണെങ്കിൽ പോലും സ്വന്തം പുത്രനായ പ്രഹ്ലാദൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ട് പ്രഭാവത്താൽ ഹിരണ്യകശിപു ആ നരകത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നു. അപ്പോൾ വേദങ്ങൾ പറയുന്നത് ശരി തന്നെയെന്ന് ആ ബ്രഹ്മർഷിമാർ ശരിവെച്ചു. വീരവര്യ പിതഃ പൃഥ്വ്യാഃ സമാഹ സഞ്ജീവ ശാശ്വതീഃ യസ്യ ഈദൃശി അച്യുതേ ഭക്തിഃ സർവലോക ഏക ഭർത്തരിഃ. വീരവര്യ, വീരന്മാരിൽ ശ്രേഷ്ഠനായ പൃഥ്വ്യാ പിതഃ, ഈ ഭൂമിയുടെ പിതാവായ രാജാവേ, പൃഥു മഹാരാജാവിനെ അനുഗ്രഹിക്കാൻ കേട്ടാ. സമാ, ശാശ്വതീ സജ്ജീവ, ശാശ്വതമായിട്ട് എന്നും അങ്ങേക്ക് സമ എന്ന് വെച്ചാൽ ഒരുപോലെ ദീർഘായുസോടെ ഇരിക്കട്ടെ. സഞ്ജീവ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അങ്ങേക്ക്. യസ്യ, അങ്ങേക്ക് ഈദൃശി, ഇപ്രകാരമുള്ള അച്യുതേ ഭക്തി, ഭഗവാൻ ശ്രീഹരിയിലുള്ള ഈ ഭക്തി ഉണ്ടായത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ്. സർവലോക ഏകഭർത്തരി, എല്ലാ ലോകത്തിൻ്റെയും ഒരേ ഒരു പതിയായിട്ടുള്ള, സർവ്വലോകങ്ങളുടെയും ഏകപതിയായിട്ടുള്ള ആ ഭഗവാൻ ശ്രീഹരിയിൽ ഇങ്ങനെ ഒരു ഭക്തി അങ്ങേക്ക് ഉണ്ടായില്ലേ, ഇത് തന്നെ മഹാഭാഗ്യമാണ്. അല്ലയോ ഈ ഭൂമിയുടെ തന്നെ പിതാവായിട്ടുള്ള പൃഥു മഹാരാജാവേ, അങ്ങ് എന്നും ദീർഘായുസ്സോടെ സർവ്വസൗഭാഗ്യങ്ങളോടും കൂടി ഇരിക്കട്ടെ. അങ്ങേക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം ഇപ്രകാരം ചഞ്ചലമായ ഭഗവത് പാദങ്ങളിൽ ശരണാഗതി അടയുന്ന മനസ്സോടുകൂടിയുള്ള ഒരു ഭക്തി, നിഷ്കളങ്ക ഭക്തി അങ്ങേക്കുണ്ടായില്ലേ ഭഗവാനിൽ, അത് തന്നെ മഹാഭാഗ്യം. ശ്ലോകം 49. അഹോ വയം ഹി അദ്യ പവിത്ര കീർത്തേ ത്വയായേവ നാഥേന മുകുന്ദനാഥ യഹ ഉത്തമ ശ്ലോകതമസ്യ വിഷ്ണോഃ ബ്രഹ്മണ്യദേവസ്യ കഥാം വ്യനക്തി. അഹോ, ഇത് അത്ഭുതം തന്നെ എന്ന് പറയാണ്. വയം, ഞങ്ങളും, അദ്യ, ഇന്ന്, ഇപ്പോൾ. അപ്പോൾ അവിടെ സഭയിൽ കൂടിയിരിക്കുന്നവർ പറയാണ്, ഞങ്ങളും ഇന്നിപ്പോൾ പവിത്ര കീർത്തി, പുണ്യകീർത്തിയുള്ള അല്ലയോ രാജാവേ, ത്വയായേവ, അങ്ങയെപ്പോലെ തന്നെ, നാഥേന, ഞങ്ങളുടെ നാഥനായിട്ടുള്ള അങ്ങയെപ്പോലെ തന്നെ, മുകുന്ദനാഥ, മുകുന്ദനെ നാഥനായി കാണുന്നു. ഞങ്ങളെല്ലാവരും, ഭൂമിയിലെ സർവരും നാഥനായി കാണുന്നത് പൃഥുവിനെയാണെങ്കിൽ പൃഥുനാഥനായി കാണുന്നത് ഭഗവാൻ ശ്രീഹരിയെയാണ്. അപ്പോൾ ഞങ്ങളും ഇന്നിപ്പോൾ മുകുന്ദനാഥ, ആ മുകുന്ദനെ, ആ ഭഗവാനെ നാഥനായി കാണുന്നു. അത് ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങാണെന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, ഞങ്ങളെല്ലാവരും ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ നാഥനായിട്ടുള്ള പുണ്യകീർത്തിയാൽ പ്രസിദ്ധനായ പൃഥു മഹാരാജാവേ, ഞങ്ങളുടെ നാഥനായിട്ടുള്ള അങ്ങ് ആരെയാണോ നാഥനായി കാണുന്നത്, ആ മുകുന്ദനെ ഞങ്ങളും ഇന്നിതാ നാഥനായി കാണുന്നു. യഹ ഉത്തമ ശ്ലോക തമസ്യ, ആരാണോ ആ പുണ്യകീർത്തിയാൽ എന്താ പറയുക, ആ പുണ്യകീർത്തികളാൽ പ്രസിദ്ധനായിട്ടുള്ള, അങ്ങനെ പ്രസിദ്ധനായിട്ടുള്ള വിഷ്ണോഹോ, മഹാവിഷ്ണുവിനെ, ഭഗവാന്റെ കഥാം, വാക്കുകളെ, വ്യനക്തി, അതായത് പ്രചരിപ്പിച്ചു എന്ന്. ബ്രഹ്മണ്യദേവസ്യ, ബ്രാഹ്മണ ഭക്തനായിട്ടുള്ള, ബ്രാഹ്മണരോട് സ്നേഹമുള്ള, പുണ്യകീർത്തികളാൽ ആരാധിക്കപ്പെടുന്ന ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാക്കുകളെ, കഥാം എന്ന് വെച്ചാൽ വാക്കുകൾ, അങ്ങയിലൂടെയാണ് എല്ലാവരും അറിഞ്ഞത് എന്ന്.
അല്ലേ? ഭഗവാനെ ശരിയായ രീതിയിൽ അറിഞ്ഞത് എങ്ങനെയാണ് സ്വധർമാചരണത്തിലൂടെ ജീവിക്കേണ്ടത്, അങ്ങനെ ജീവിക്കാനുള്ള ശക്തി വരാൻ ആരുടെ പാദങ്ങളിലാണ് ശരണാഗതി അടയേണ്ടത്, ആരെയൊക്കെയാണ് ആദരിക്കേണ്ടത് എന്നെല്ലാം ഞങ്ങൾ അങ്ങയിലൂടെയാണ് പഠിച്ചത്. അപ്പോൾ ഭഗവാന്റെ വാക്കുകൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത് അങ്ങാണ്. അങ്ങ് നാഥനായി കാണുന്ന ആ ഭഗവാനെ ഞങ്ങളും ഇന്ന് ഇപ്പോൾ നാഥനായി കാണുന്നു എന്ന് ആ സദസ്സിലെ ശ്രേഷ്ഠരായ എല്ലാവരും പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം 50. ന അതി അദ്ഭുതം ഇതം നാദ തവ അജീവ്യ അനുശാസനം പ്രജാ അനുരാഗഃ മഹതാം പ്രകൃതി കരുണാത്മന. ന അതി അദ്ഭുതം, അദ്ഭുതം എന്ന് വെച്ചാൽ അത്യധികം അത്ഭുതമാണ്. ഇതം ഈ ലോകത്ത് നാഥ അല്ലയോ പൃഥുരാജാവേ, തവ അങ്ങയുടെ ആജീവ്യ അനുശാസനം, അല്ലയോ പൃഥു മഹാരാജാവേ, അങ്ങ് ഈ പ്രജകൾക്ക് നൽകിയ ഈ അനുശാസനം, ഈ നിർദ്ദേശം അദ്ഭുതം, അത്യദ്ഭുതമാണ്. ന അത് മാത്രമല്ല, പ്രജാ അനുരാഗഃ അങ്ങ് ഈ പ്രജകളോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, പ്രജകൾക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക, പ്രജകൾക്ക് പുണ്യലോക പ്രാപ്തിക്കും അവരെ പഠിപ്പിച്ചു, ജീവിക്കാനുള്ള മാർഗവും അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇത്രയ്ക്കും പ്രജകളോടുള്ള സ്നേഹം മഹതാം മഹാന്മാരുടെ കരുണാത്മനാം കാരുണ്യമുള്ള മനസ്കരുടെ പ്രകൃതിദത്തമായ സ്വഭാവമാണ് ഇത്. എല്ലാവരോടുമുള്ള സ്നേഹം, എല്ലാവർക്കും ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമായ ഉപജീവന മാർഗത്തെ ഉണ്ടാക്കിക്കൊടുത്ത്, അതും ഇഷ്ടപ്പെട്ട ജോലി, മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് പുണ്യലോകപ്രാപ്തിയെ മുക്തിയാണെങ്കിൽ അതിനെയും പ്രാപിക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുത്ത്, അങ്ങ് ഈ പ്രജകൾക്കൊക്കെ നൽകിയ നിർദ്ദേശമുണ്ടല്ലോ, ഇത് അത്യദ്ഭുതമാണ് എന്ന് ആ സദസ്സിലെല്ലാവരും പൃഥുവിനോട് പറഞ്ഞു. ശ്ലോകം 51. അദ്യ നഹ തമസഃ പാര ത്വയാ ഉപാസാദിതഃ പ്രഭോഃ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിഃ ദൈവസഞ്ചിതൈഃ. അദ്യ ഇന്ന് നഹ ഞങ്ങൾ തമസഃ പാര തമസ് അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ മറികടന്നു എന്ന് അതിൻ്റെ മറുവശത്തെ ത്വയാ അങ്ങയാൽ ഉപാസാധ്യത പ്രാപിച്ചുവല്ലോ പ്രഭോ അല്ലയോ പൃഥു മഹാരാജാവേ, ഇന്ന് ഈ നിമിഷം ഞങ്ങളെല്ലാം അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ മറുകരയെ പ്രാപിച്ചു, അതും അങ്ങയുടെ നിർദ്ദേശത്താൽ. ഭ്രാമ്യത എന്ന് വെച്ചാൽ അലയുക, ദൈവസഞ്ചിതേ കർമ്മഭിഹി പ്രകൃതിദത്തമായി വിധിയാൽ, അതായത് മുൻജന്മ കർമ്മ ഫലത്താൽ ഞങ്ങളിലേക്ക് വന്നു ചേർന്ന കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടദൃഷ്ടീനാം യഥാർത്ഥ ദൃഷ്ടിയെ, അതായത് നല്ല സത്കാഴ്ചയെ നഷ്ടപ്പെട്ട് ഭ്രാമ്യതാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഞങ്ങൾ, എന്തു ചെയ്യണം, എന്താണ് ശ്രേഷ്ഠതയ്ക്ക് അനുയോജ്യമെന്ന് അറിയാതെ നടക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ആ അജ്ഞാനത്തിൻ്റെ മറുകരയെ പ്രാപിക്കാൻ സാധിച്ചത് അങ്ങയുടെ നിർദ്ദേശത്തിലൂടെയാണ്. അപ്പോൾ മുൻജന്മ കർമ്മഫലത്താൽ ദൈവവശാൽ ഞങ്ങൾക്ക് വന്നു ചേർന്ന കർമ്മങ്ങൾ ചെയ്ത് സത്കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഞങ്ങൾക്ക് ആ അജ്ഞാനത്തിൻ്റെ മറുവശത്തെ പ്രാപിക്കാൻ സാധിച്ചത് അങ്ങയുടെ നിർദ്ദേശത്താൽ, ഉപദേശത്താലാണ്. ആയതിനാൽ ശ്ലോകം 52. നമഃ വിവൃദ്ധ സത്വായ പുരുഷായ മഹീയസേ യഹ ബ്രഹ്മക്ഷത്ര ആവീശ്യ ബിഭർത്തി ഇദം സ്വതേജസ. നമഃ ഞങ്ങൾ നമസ്കരിക്കുന്നു വിവൃദ്ധ സത്വായ ഏറ്റവും ഉയർന്ന ആ അസ്തിത്വത്തിലെത്തിയ പുരുഷായ മഹീയസേ മഹത്തായ പുരുഷനായിട്ടുള്ള അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. യഹ അങ്ങ് ബ്രഹ്മക്ഷത്ര ആവിശ്യ ക്ഷത്രിയനായി ജീവിച്ച് ബ്രാഹ്മണർ പറഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള വലിയൊരു അറിവാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. അങ്ങ് യഥാർത്ഥത്തിൽ ക്ഷത്രിയനാണ്, പക്ഷെ ബ്രഹ്മജ്ഞാനികളെ പോലെ ബ്രാഹ്മണനെ പോലെ അങ്ങ് വലിയൊരു ഉപദേശം കൊടുത്തു. അപ്പോൾ അങ്ങ് ബ്രാഹ്മണർക്കും നല്ലൊരു നിർദ്ദേശം, ക്ഷത്രിയർക്ക് അതിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു, ബ്രാഹ്മണർക്കും സാധിച്ചു. കാരണം ക്ഷത്രിയന്മാരിലും ഇതേ അറിവുള്ളവരുണ്ട് എന്ന് ബ്രാഹ്മണർക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ക്ഷത്രിയനായി ഇരിക്കുന്ന അങ്ങ് ബ്രാഹ്മണനെ പോലെ ജ്ഞാനം പകർന്നു കൊടുത്തു, അറിവിനെ പകർന്നു കൊടുത്ത് ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും അറിവിനെ ഉദ്ധരിച്ചു, അവരുടെ ആ മനസ്സിനെ ഉയർന്ന പദത്തിലേക്ക് എത്തിക്കാൻ അങ്ങേക്ക് സാധിച്ചു. അങ്ങനെ സ്വന്തം തേജസാൽ ഇദം ബിഭർത്തി ഈ ഭൂമിയെ പരിപാലിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു.
അപ്പോൾ സ്വന്തം തേജസ്സാൽ ഭൂമിയെ പരിപാലിക്കുന്ന ഉയർന്ന അസ്തിത്വത്തിലെത്തിയ പരമപുരുഷനായ അല്ലയോ പൃഥു മഹാരാജാവേ, അങ്ങ് ക്ഷത്രിയനായിരുന്നു കൊണ്ട് ബ്രാഹ്മണനെ പോലെ ബ്രഹ്മജ്ഞാനം പകർന്നു നൽകിയതിലൂടെ ക്ഷത്രിയർക്കും ബ്രാഹ്മണരെയും അങ്ങ് ഉയർത്തിയിരിക്കുന്നു, ഉദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് ആ സഭയിലുള്ള എല്ലാ ദേവന്മാരും ബ്രഹ്മർഷിമാരും ദേവർഷിമാരും രാജർഷിമാരും അദ്ദേഹത്തെ ആദരപൂർവ്വം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് പൃഥു മഹാരാജാവിൻ്റെ നിർദ്ദേശം. അപ്പോൾ വേനൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കൈകളിൽ നിന്നും മഹർഷിമാർ ജനിപ്പിച്ച ആ പൃഥു മഹാരാജാവ് തൻ്റെ ജീവിത അധികാരത്തിൽ കടന്ന ആദ്യം ഏറ്റുവാങ്ങിയ വെല്ലുവിളി ഭൂമി മുഴുവനും അന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങളൊക്കെ ജീവിക്കാൻ പറ്റാതെ വല്ലാതെ ക്ഷീണിച്ച് തളർന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന ജനങ്ങളുടെ വിഷമം ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന് നേരിട്ട ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി. അത് അദ്ദേഹം ഭംഗിയായി ചെയ്തു. ഭൂമിദേവിയിൽ നിന്നും എല്ലാ സമ്പൽ സമൃദ്ധിയെയും കറന്നെടുത്ത് ജനങ്ങൾക്കായി നൽകി. അതിനുശേഷം അദ്ദേഹം നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ട് പിന്നീട് പൃഥു ആഗ്രഹിച്ചത് 100 അശ്വമേധയാഗങ്ങൾ നടത്താനായിരുന്നു. അതിൽ 99 പൂർത്തിയാക്കി. 100ാമത്തെ അശ്വമേധയാഗം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. സാധിക്കുമായിരുന്നു, പക്ഷേ അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചു. കാരണം അദ്ദേഹം 100ാമത്തെ യാഗം പൂർത്തിയാക്കിയാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് ഇന്ദ്രൻ പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭൂമിയിലെ മനുഷ്യരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇന്ദ്രനെ കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചാൽ ഇന്ദ്രൻ്റെ കർമ്മഫലവും കൂടും. അതുമാത്രമല്ല ജനങ്ങളെല്ലാം ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ക്ലാസ്സിലാണ് അങ്ങോട്ട് വിളിക്കാം. വീണ്ടും ജനങ്ങളെ ഇങ്ങനെ ഈ ദേവേന്ദ്രനെ കൊണ്ട് പാപകർമ്മം ചെയ്യിച്ചാൽ ദേവേന്ദ്രൻ്റെ കർമ്മപ്രാരാബ്ദം കൂടുകയും അതുമാത്രമല്ല ജനങ്ങളെല്ലാം അതിൻ്റെ പുറത്ത് ബുദ്ധിമുട്ടുകയും ചെയ്യും. അപ്പോൾ ഭൂമിയുടെ ജനങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്കും ഇന്ദ്രൻ്റെ നന്മയ്ക്കുമായിട്ട് പൃഥു മഹാരാജാവ് തൻ്റെ വലിയൊരാഗ്രഹം വേണ്ട എന്ന് വെച്ചു. അത് 100ാമത്തെ അശ്വമേധയാഗം പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളേറെ ഭഗവാൻ മഹാവിഷ്ണു സന്തുഷ്ടനായി ആ ത്യാഗത്തിൽ. തൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചാലും ലോക നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം അത് 99 പൂർത്തിയാക്കി അത് വേണ്ടാന്ന് വെച്ചു. തിരിച്ചു വന്ന് വീണ്ടും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചു. ഒരു നാഗരിക ഭരണത്തെ സമ്പ്രദായത്തെ അദ്ദേഹം കൊണ്ടുവന്നു. നല്ല രീതിയിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അതാത് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ ഒരു നാഗരിക സമ്പ്രദായത്തെ ആവിഷ്കരിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു മഹായജ്ഞം നടത്താൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കാൻ എല്ലാ ദേവന്മാരെയും ദേവർഷിമാരെയും ബ്രഹ്മർഷിമാരെയും രാജർഷിമാരെയും വിളിച്ചു ചേർത്ത് ഒരു സഭയിൽ വെച്ച് അദ്ദേഹം എല്ലാവരും എല്ലാവരിലേക്കായിട്ട് ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ പോലും പൃഥു മഹാരാജാവ് എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം അനുസരിക്കണം, ഇതാണ് ശരി എന്നൊന്നും പറഞ്ഞിട്ടല്ല. അദ്ദേഹം പറയാൻ തുടങ്ങിയത് തന്നെ ഇങ്ങനെയായിരുന്നു: ശരിയായ അറിവിനെ നേടാൻ, ആ ധാർമ്മിക തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയാം. അപ്പോൾ അത് കേട്ടിട്ട് അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബ്രഹ്മർഷിമാർക്ക് തിരുത്താം. അതിൻ്റെക്കാൾ വലിയ അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ എനിക്കും അത് കൂടുതൽ അറിയാൻ സാധിക്കും. അതിനായിട്ട് എൻ്റെ മനസ്സിലുള്ള ചെറിയ അറിവിനെ ഞാനിവിടെ പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥു മഹാരാജാവ് ആ സഭയിൽ തൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാന തത്വം കർമ്മമാണ് പ്രാധാന്യം. അദ്ദേഹം ജീവിച്ചു കാണിച്ചു തന്നതും കർമ്മം ചെയ്തുകൊണ്ടായിരുന്നു. എനിക്ക് ഇത്രയും അറിവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുന്നവനായിട്ട് ഇരിക്കുകയല്ല. അദ്ദേഹം കർമ്മം ചെയ്തുകൊണ്ട് സ്വന്തം കർമ്മം എന്താണോ അത് ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ജീവിച്ചു കാണിച്ചു തന്ന രാജാവായിരുന്നു. കർമ്മം കൊണ്ടാണ് പുണ്യലോകപ്രാപ്തിയാണെങ്കിലും അതുപോലെ മോക്ഷമാണെങ്കിലും സാധ്യമാവുള്ളൂ. ആ കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം? സ്വധർമ്മമായി തന്നെ അനുഷ്ഠിക്കണമെന്നും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു. അതായത് കർമ്മം ചെയ്യാനുള്ള ശരീര മനോബുദ്ധി ശക്തിയെ ചലിപ്പിക്കുന്ന ആ ഭഗവാനിൽ, ആ ശക്തിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു സങ്കല്പം വെച്ചിട്ട് ആ ബുദ്ധിയോടും ആ സങ്കല്പത്തോടും കൂടി വേണം സ്വന്തം കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ. അതിനോട് സംഘമില്ലാതെ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ. ഈ അറിവ് നമുക്ക് പകർന്നു തന്ന നമ്മുടെ ബ്രാഹ്മണന്മാരെ, ബ്രഹ്മജ്ഞാനികളുടെ പാദസേവ ചെയ്യലാണ് ഏറ്റവും വലിയ യജ്ഞം, ഏറ്റവും വലിയ പൂജ. അത് ഒഴിവാക്കിക്കൊണ്ട്
എത്ര വലിയ ഹോമം ചെയ്താലും ആ ഹോമത്തിൻ്റെ ഭക്ഷണം ഭഗവാൻ സ്വീകരിക്കും, പക്ഷെ ഭഗവാൻ പൂർണ്ണ സംതൃപ്തി വരില്ല. ബ്രഹ്മജ്ഞന്മാരുടെ പാദസേവ ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് പോലും സദാ ഐശ്വര്യ ദേവത കൂടെ ഉണ്ടായത്, ഇത്രയും കീർത്തി ഉണ്ടായതും. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനികളുടെ പാദസേവ ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഇത്രയും നിർദ്ദേശങ്ങൾ പൃഥു പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ സദസ്സിലെ എല്ലാവരും വളരെ സംതൃപ്തരായി പൃഥുവിൻ്റെ ആ നിർദ്ദേശത്തിൽ. അവർ പറഞ്ഞു, പുത്രൻ്റെ കർമ്മം കൊണ്ട് അച്ഛനമ്മമാർക്ക് പുണ്യലോകപ്രാപ്തി നേടുമെന്ന് വേദങ്ങളിൽ പറയുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങനെ വേനൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തമായി. ഇതുപോലെ തന്നെ പ്രഹ്ലാദൻ്റെ സത്കർ പ്രഭാവത്താൽ ഹിരണ്യാക്ഷനും തൻ്റെ പാപങ്ങളിൽ നിന്നും ഇപ്പോൾ അതുപോലെ തന്നെ മുക്തനായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കെല്ലാം നല്ല ജീവിത സാഹചര്യങ്ങളും അതുപോലെ ഉയർന്ന പുണ്യലോകപ്രാപ്തിക്കും വേണ്ടതെല്ലാം പറഞ്ഞു തന്ന പൃഥു മഹാരാജാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്നാണ് അവർ ആ സഭയിലിരുന്നു കൊണ്ട് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ അധ്യായം ഇവിടെ അവസാനിച്ചു.